പാകിസ്ഥാനിലേക്ക് വൻതോതിൽ ചൈനയിൽ നിന്നും തുർക്കിയിൽ നിന്നും മിലിറ്ററി എയർക്രാഫ്റ്റുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു റിപ്പോർട്ട് ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ ചർച്ചയാവുകയാണ്. ഹെവി മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകളാണ് നിരന്തരം ഇപ്പോൾ പാകിസ്ഥാനി എയർബേസസിൽ വന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 60 മണിക്കൂറിനിടെ നിരവധി ഇത്തരം വിമാനങ്ങൾ വന്നുപോയി എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അതായത് ചൈനീസ് മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് പാകിസ്ഥാനിലേക്ക് എന്തിനാണ് വരേണ്ടത്? അല്ലെങ്കിൽ തുർക്കിയിൽ നിന്നുള്ള മിലിറ്ററി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റ് പാകിസ്ഥാനിലേക്ക് എന്തിനാണ് വരേണ്ടത്? തീർച്ചയായിട്ടും ആയുധങ്ങളും കൊണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ചൈനയിൽ നിന്നുള്ള പല ഇത്തരം വിമാനങ്ങളും പാകിസ്ഥാന്റെ നൂർഖാൻ എയർബേസിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ കറാച്ചിയിലുള്ള എയർബേസിലേക്കും നിരവധി ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റുകൾ എത്തിയിരിക്കുകയാണ്. എന്താണ് ഇതിന്റെ പിന്നിലെ നീക്കം എന്ന് പരിശോധിക്കാൻ നമുക്ക്. കാര്യം വളരെ ലളിതമാണ്. പാകിസ്ഥാൻ ഇന്ത്യയുമായിട്ട് വീണ്ടും ഒരു സംഘർഷത്തിന് ചിലപ്പോൾ തയ്യാറെടുക്കുന്നുണ്ടാവും. 2-3 പ്രശ്നങ്ങൾ പാകിസ്ഥാൻ ഇപ്പോൾ നേരിടുന്നുണ്ട്. ഒന്ന്, ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ വലിയ രീതിയിലുള്ള പ്രശ്നം നേരിടുന്നുണ്ട്. ബലൂചിസ്ഥാനിൽ പാക് സൈന്യത്തിന് കനത്ത തിരിച്ചടി ഉണ്ടാവുകയാണ്. ബലൂജ് ലിബറേഷൻ ആർമിയുടെ നേതൃത്വത്തിൽ അവിടെ വലിയൊരു പ്രദേശം ഓൾറെഡി പാകിസ്ഥാൻ ആക്സസ് ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് നിൽക്കുകയാണ്. പാക് അധീന കാശ്മീരിൽ വലിയ ജനകീയ പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണ് എന്ന് മാത്രമല്ല, ജനങ്ങൾ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കണമെന്നടക്കമുള്ള വലിയ മുദ്രാവാക്യങ്ങൾ പാക് അധീന കാശ്മീരിൽ മുഴക്കുകയാണ്. ഖൈബർ പക്തൂൺഖ മേഖലയിലെ സ്ഥിതിയും അതുതന്നെയാണ്. വലിയ പ്രശ്നങ്ങൾ അവിടെ നടക്കുകയാണ്. പലയിടങ്ങളിലും പാകിസ്ഥാൻ സൈന്യത്തിന് കനത്ത തിരിച്ചടി നേരിടുന്നുമുണ്ട്. ഈ ഘട്ടത്തിൽ 2 സാധ്യതകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് ഉറപ്പാണ്, വന്ന വിമാനങ്ങളിൽ ആയുധങ്ങൾ തന്നെയാണ്. അതിനകത്ത് ഡ്രോണുകൾ ഉണ്ടാവാം, മറ്റ് മിലിറ്ററി എക്യുപ്മെന്റ്സ് ഉണ്ടാവാം, തോക്കുകൾ ഉണ്ടാവാം, ചിലപ്പോൾ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളുടെ മിസൈലുകൾ ഉണ്ടാവാം, പല ആയുധങ്ങളും അതിനകത്തുണ്ടാവും. അതിൽ ഡ്രോണുകൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. സോ ആയുധങ്ങൾ വന്നു എന്നത് നമുക്ക് ഏറെക്കുറെ ഉറപ്പിക്കാം. എന്തിനു വന്നു? ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാനാണോ വന്നത്? ആഭ്യന്തര യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണോ വന്നത്? അത് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ല. എന്തായാലും ആഭ്യന്തരമായിട്ട് പാകിസ്ഥാൻ സൈന്യത്തിന് ആയുധങ്ങളുടെ ആവശ്യമുണ്ട്. വലിയ തിരിച്ചടി അവർക്ക് പലയിടങ്ങളിൽ രാജ്യത്തിനകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആഭ്യന്തര യുദ്ധത്തിൽ നേരിടുന്നുണ്ട്. സോ അതുകൊണ്ട് ചിലപ്പോൾ ആ ഒരു ആവശ്യം മുൻനിർത്തിക്കൊണ്ട് ആയുധങ്ങൾ സംഭരിക്കുന്നതാവാം. അതല്ലെങ്കിൽ ഇന്ത്യയുമായിട്ടുണ്ടാവാനിടയുള്ള ഒരു പൊട്ടൻഷ്യൽ യുദ്ധം പാകിസ്ഥാൻ മുന്നിൽ കാണുന്നുണ്ട്. ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ഒരു വിഷയമുണ്ട്. അതായത് പാകിസ്ഥാനെ അമേരിക്ക കാണുന്നത് ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു കൗണ്ടർ വെയിറ്റ് ആയിട്ടാണ്. എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു വലിയ ശക്തിയായിട്ട് മാറുമ്പോൾ പാകിസ്ഥാനെ യൂസ് ചെയ്യാമെന്ന് അമേരിക്കയും യൂറോപ്പിലെ ചില രാജ്യങ്ങളും, ഇപ്പോൾ നോർവേ, പോളണ്ട്, ഇങ്ങനെയൊക്കെയുള്ള രാജ്യങ്ങൾ കാണുന്നുണ്ട് എന്ന് നമുക്ക് സംശയിക്കേണ്ടതായിട്ട് വരും. അതേ സമയം തന്നെ ചൈനയും പാകിസ്ഥാനെ കാണുന്നത് ഇന്ത്യക്കെതിരായിട്ടുള്ള ഒരു ആയുധമായിട്ടാണ്. സോ അവിടെ അമേരിക്കയും ചൈനയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ മാറുകയും ഇവിടെ അത് ഒരേ താല്പര്യങ്ങൾക്ക് വഴിമാറി കൊടുക്കുകയുമാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയുടെ കാര്യം വരുമ്പോൾ അമേരിക്കയുടെയും താല്പര്യങ്ങൾ ചൈനയുടെ താല്പര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുകയാണ്. കാരണം ഇന്ത്യ ഒരു പുതിയ ശക്തിയായിട്ട് മാറണമെന്ന് അമേരിക്കയും ആഗ്രഹിക്കുന്നില്ല, ചൈനയും ആഗ്രഹിക്കുന്നില്ല. US ചൈനയെ പെട്ടെന്ന് കണ്ടില്ലെന്ന് വെക്കാനോ തകർക്കാനോ കഴിയില്ല. കാരണം US എക്കണോമി ചൈനയുടെ മേൽ അത്രമേൽ ഡിപ്പെൻഡഡ് ആണ്. അത് സ്വാഭാവികമായി ഒന്നിച്ചു വളർന്നു വന്ന 2 ശക്തികളാണ് അമേരിക്കയും ചൈനയും. അമേരിക്ക ചൈനയേക്കാൾ സമ്പന്നമാണ്, ശക്തമാണ്, ഒക്കെ ശരിയാണെങ്കിലും ഇന്നത്തെ ഈ ലോകക്രമത്തിൽ ചൈനയെ മാറ്റി നിർത്തുക എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് എളുപ്പമല്ല. വേണമെങ്കിൽ അവർക്ക് ഇന്ത്യയെ മാറ്റി നിർത്താം, ചൈനയെ മാറ്റി നിർത്താനായിട്ട് പറ്റില്ല. കാരണം ടെസ്ലയുടെ മാനുഫാക്ചറിങ് യൂണിറ്റ്, ഹെവി യൂണിറ്റുകളെല്ലാം പ്രവർത്തിക്കുന്ന ചൈനയിലാണ്. അതുപോലെ ആപ്പിൾ അടക്കമുള്ള വമ്പൻ കമ്പനികളുടെ എല്ലാം മാനുഫാക്ചറിങ് യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നത് ചൈനയിലാണ്. അപ്പൊ ചൈന തകർന്നു പോയാൽ അല്ലെങ്കിൽ ചൈനയെ ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ കമ്പനികളുടെ നിലനിൽപ്പ് തന്നെ പ്രതിസന്ധിയിലാവും. അത് അമേരിക്കൻ എക്കണോമിയെ ഡയറക്റ്റ് ബാധിക്കുന്ന വിഷയമാണ്. സോ അതുകൊണ്ട് ചൈനയുടെ മേൽ എത്രയൊക്കെ വെറുപ്പും വിദ്വേഷവും എതിർപ്പും ഉണ്ടെങ്കിലും അമേരിക്ക പെട്ടെന്ന് ചൈനയുടെ മേൽ ആക്ട് ചെയ്യില്ല. സോ ഓൾറെഡി ചൈന അമേരിക്കയ്ക്ക് ഒരു തലവേദനയായിട്ട് അവർ കാണുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഏഷ്യയിൽ നിന്നൊരു പുതിയ ശക്തി കൂടി, ഒരു ഗ്രേറ്റ് പവർ കൂടി ഉയർന്നു വരുന്നത്. സോ അതിനെ മുളയിലേ നുള്ളണം എന്നാണ് അമേരിക്ക ആഗ്രഹിക്കുന്നത്. സെയിം ടൈം തന്നെ ചൈനയെ ഒന്ന് പിടിച്ചു കെട്ടാൻ US ഇന്ത്യ വേണം. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുമായിട്ട് പൂർണ്ണമായി പരസ്യമായിട്ടൊരു പോരാട്ടത്തിലേക്കോ അല്ലെങ്കിൽ ഇന്ത്യയെ നേരിട്ട് എതിർക്കാനോ അമേരിക്കയ്ക്ക് കഴിയുന്നുമില്ല. ഇന്ത്യ ഒരു വലിയ വിപണിയാണ്, ഇന്ത്യയും ഒരു വലിയ ശക്തിയാണ്. ചൈനയുമായിട്ടുള്ള അമേരിക്കയുടെ പ്രശ്നങ്ങളിൽ അമേരിക്ക കാണുന്ന ഒരു പങ്കാളിയാണ് ഇന്ത്യ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അമേരിക്ക ആഗ്രഹിക്കുന്നത് ഇന്ത്യയുടെ തകർച്ചയല്ല പരിപൂർണമായിട്ട്, മറിച്ച് ഇന്ത്യയുടെ വളർച്ച കുറയ്ക്കുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ ഇന്ത്യ ഇപ്പോൾ ഒരു 6-7-7.5% ഇന്ത്യക്ക് GDP ഗ്രോത്ത് ഉണ്ട്. അതൊരു 4-5 ആക്കി നിർത്തിയാൽ അമേരിക്ക ഹാപ്പിയാണ്. സോ അതിന് വേണ്ട പണി അവരെടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഡീപ് സ്റ്റേറ്റ് എടുക്കുന്നുണ്ട്. അപ്പൊ അവിടെ പാകിസ്ഥാനെ അമേരിക്ക കൂടെ നിർത്തുന്നത്
അമേരിക്കയ്ക്ക് നാളെ ഇന്ത്യക്കെതിരെയും ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ്. ചൈന പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്ന എന്തിനാണ്? ചൈനയ്ക്ക് നേരിട്ട് ഇന്ത്യയുമായിട്ട് മുട്ടാൻ പറ്റില്ല. കാരണം ചൈനയ്ക്ക് അറിയാം തിരിച്ചടിയും ശക്തമായി തന്നെ ഉണ്ടാവുമെന്ന്. സോ ഓൾറെഡി ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് ആണ് പാകിസ്ഥാൻ. ഓൾമോസ്റ്റ് തകർന്നു കിടക്കുന്ന ഒരു രാജ്യമാണ്. സോ അവരെ ഉപയോഗിച്ചുകൊണ്ട് ചൈന എന്ത് ചെയ്യാണ്? ഇന്ത്യയെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ ഒരു ഇന്ത്യ പാക് യുദ്ധം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ചൈന ശ്രമിക്കാം, ഡീപ് സ്റ്റേറ്റ് ശ്രമിക്കാം, തുർക്കി ശ്രമിക്കാം. ഇനി പാകിസ്ഥാൻ സൈന്യത്തിന് ഒരു നിവൃത്തിയും ഇല്ലാതെ വന്നാൽ അവരുടെ രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാൻ വേണ്ടി ആഭ്യന്തര യുദ്ധം അവസാനിപ്പിച്ചിട്ട് എല്ലാവരുടെയും ശ്രദ്ധ ഇന്ത്യയുടെ നേരെ തിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പാകിസ്ഥാൻ നാളെ ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് വന്നുകൂടായികയൊന്നുമില്ല. അങ്ങനെയൊക്കെ സംഭവിക്കാം. ഇന്നിപ്പോ പാകിസ്ഥാനെ സഹായിക്കാൻ തുർക്കിയുണ്ട്. കാരണം അവർ പരസ്പരം ഡിഫൻസ് എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി സഹോദരനാണ് ചൈന എന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ചൈനയും സഹായിക്കും, US നിഷ്പക്ഷമായിട്ട് നിൽക്കും. ഈ റഷ്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലല്ല റഷ്യ. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്കും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിയല്ല. പകരം ഇന്ത്യ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാണ്, ഇന്ത്യ റഷ്യയെ സപ്പോർട്ട് ചെയ്യാണ്. സോ ആ സമയത്ത് ഇന്ത്യ ഒറ്റയ്ക്കാണ്. അപ്പോൾ പാകിസ്ഥാന്റെ കണക്കൂട്ടൽ എന്ന് പറയുന്നത് അമേരിക്ക നിഷ്പക്ഷമാവും, യൂറോപ്പ് എന്തായാലും പാകിസ്ഥാന് എതിരായിട്ട് നിൽക്കില്ല ഇന്ത്യ സപ്പോർട്ട് ചെയ്തുകൊണ്ട്. റഷ്യ ബിസിയാണ്, ഇസ്രായേൽ ബിസിയാണ്. സോ ഇന്ത്യയുടെ സുഹൃത്തുക്കളൊക്കെ പല രീതിയിൽ ബിസിയായിട്ട് നിൽക്കുന്നു. സോ ഇന്ത്യ ഇപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. നമ്മുടെ കൂടെ തുർക്കിയുണ്ട്, സൗദിയുടെ പൈസയുണ്ട്, ചൈനയുണ്ട്, US മൗന സമ്മതമുണ്ട്. എന്നാൽ പിന്നെ ഇന്ത്യക്കെതിരെ കയറി ഒന്ന് അടിച്ചു നോക്കാം എന്നൊരു കോൺഫിഡൻസ് ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തുണ്ടായ തിരിച്ചടി ഇപ്പൊ എത്രയൊക്കെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന് തള്ളുകയാണെങ്കിലും, അതായത് ഞങ്ങളാണ് ജയിച്ചത്, 10 വിമാനം തള്ളിയിട്ടു, 15 വിമാനം തള്ളിയിട്ടു എന്നൊക്കെ തള്ളി മറിക്കുമ്പോഴും പാകിസ്ഥാനിലെ ഓരോരുത്തർക്കും ഉള്ളിന്റെ ഉള്ളിൽ അറിയാം ആർക്കാണ് തിരിച്ചടി ഉണ്ടായത് എന്ന്. തങ്ങൾക്കുണ്ടായ നഷ്ടത്തിന്റെ വേദന അവർക്ക് ഇപ്പോഴും കാണും. സോ അതിനൊരു പ്രതികാരം ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ത്യയുമായിട്ടൊരു യുദ്ധം ചെയ്യാനായിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുന്നതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഈ നമ്മുടെ സിന്ധു നദീജലവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും രൂക്ഷമായിട്ട് നിൽക്കുന്നുണ്ട്. സോ അതുകൊണ്ട് ഒരു പക്ഷേ പാകിസ്ഥാൻ ചരിത്രം പരിശോധിച്ചാൽ പലപ്പോഴും വിഡ്ഢിതം കാണിച്ചിട്ടേ ഉള്ളൂ. അതായത് നമുക്കറിയാം 1971 ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് നയിച്ച ഒരു പ്രധാന ഘടകം പാകിസ്ഥാന്റെ മൂവായിരുന്നു. അവരാണ് ആദ്യം ആക്രമണം തുടങ്ങി വെച്ചത്. പല യുദ്ധങ്ങൾ എടുത്താലും നമുക്കറിയാം. പക്ഷെ തോറ്റ് തൊപ്പിയിട്ടാലും വീണ്ടും വന്ന് പണി മേടിക്കാൻ ഒരു നാണവും ഇവർക്കില്ല എന്നുള്ളതാണ്. സോ അതുകൊണ്ട് പാകിസ്ഥാൻ പ്രത്യേകിച്ച് സൈന്യത്തിന് ഫണ്ട് ഉണ്ടാക്കാൻ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ളവർക്ക് ഇന്ത്യയുമായിട്ടുള്ള യുദ്ധത്തിന്റെ സമയത്ത് ഇഷ്ടമുള്ളതുപോലെ ഫണ്ട് വിനിയോഗിക്കാം. പാകിസ്ഥാനിലെ GDP വലിയൊരു തുക ആയുധങ്ങൾ വാങ്ങാനെന്നും യുദ്ധത്തിനെന്നും പറഞ്ഞുകൊണ്ട് മാറ്റിവെപ്പിക്കാം. ഈ പണം ഉപയോഗിച്ചുകൊണ്ട് ബ്രിട്ടനിലും യൂറോപ്പിന്റെ മറ്റു പല ഭാഗങ്ങളിലും അമേരിക്കയിലുമൊക്കെ ഹെവി ഇൻവെസ്റ്റ്മെന്റ് നടത്താം. തങ്ങളുടെ ഫാമിലിയൊക്കെ അവിടെ കൂടുതൽ സെറ്റിൽഡ് ആക്കാം. ഇങ്ങനെ കുറെ പ്ലാൻസ് മിലിറ്ററിക്കുണ്ട്. സോ അവര് അതുകൊണ്ട് വേണമെങ്കിൽ പാക് ജനതയുടെ ജീവിതം ബലി കൊടുത്തുകൊണ്ട് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണമെങ്കിൽ അവർ തയ്യാറാവും. സോ അതുകൊണ്ട് നമുക്കിതിനെ നിസ്സാരമായിട്ട് എടുക്കാനൊന്നും പറ്റില്ല. 2-3 സാധ്യതകൾ. ഈ പറഞ്ഞ പോലെ നാളെ ഇന്ത്യക്കെതിരെ ഉപയോഗിക്കുക എന്നുള്ള ഒരു തയ്യാറെടുപ്പ്. അതല്ലെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനിൽ ഉണ്ടായിരിക്കുന്ന ആഭ്യന്തര യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ആയുധങ്ങൾ, അതും അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തുണ്ടായ വലിയ നഷ്ടമുണ്ട് പാകിസ്ഥാന്. ഹെവി ലോസ് അവർക്കുണ്ടായിട്ടുണ്ട്. സോ ആ ഒരു ലോസ് നികത്താൻ വേണ്ട ആയുധങ്ങൾ പർച്ചേസ് ചെയ്യുന്നതുമാകാം. എന്തായാലും പാകിസ്ഥാൻ വൻതോതിൽ ചൈനയിൽ നിന്നും തുർക്കിയിൽ നിന്നും ആയുധങ്ങൾ വാങ്ങുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. കൂടുതൽ അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.